ഞങ്ങൾ ഇന്ന് എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ മകൻ ഗൗതം US-ൽ നിന്ന് വരുന്നുണ്ട്. അവനെ സ്വീകരിക്കാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. പക്ഷേ വഴി മുഴുവൻ വണ്ടികളാണ്, നല്ല ട്രാഫിക് ബ്ലോക്കാണ്. വൈഫ് എത്രയും പെട്ടെന്ന് പോകണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, ഈ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു, നല്ല വഴിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. അതാ ആ സിഗ്നൽ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. വണ്ടി പിന്നെ പാച്ചങ്ങട് വിടാം. അതാ വണ്ടി ഞാൻ നല്ല സ്പീഡിൽ തന്നെ ഓടിക്കുകയാണ്. ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താം. നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം റോഡെല്ലാം വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ കണ്ണും പൂട്ടി ഓടിക്കാവുന്ന ലെവലിലാണ് റോഡുകളുള്ളത്. ഞാൻ വണ്ടി നല്ല സ്പീഡിൽ തന്നെ വിട്ടു. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് എത്തുന്നത്. അവൻ്റെ ഫ്ലൈറ്റ് ഇതാ എത്തുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആശ്വാസമായി. അതാ അവൻ്റെ ഫ്ലൈറ്റ് വന്നതേയുള്ളൂ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ലോഞ്ചിലേക്ക് നടന്നു. അവിടെ മനസ്സിനെ കരളലിയിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഒരു ന്യൂ മാരീഡ് കപ്പിൾ, അവർ പരസ്പരം യാത്ര പറയുകയാണ്. ഐ വോണ്ട് ലീവ് യു എന്നൊക്കെ അവൻ്റെ നെഞ്ചത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവൻ ഇന്നവളെ ലീവ് ചെയ്യുകയാണ്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സ്മൈല് വന്നു. അവൻ പോകുന്നത് അവരുടെ നല്ലതിന് തന്നെയാണല്ലോ എന്നോർത്ത്. പെട്ടെന്നാണ് ആ ഒരു സംഭവം കണ്ടത്. അതാ ഒരു അടിപൊളി മനുഷ്യൻ ഞങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അദ്ദേഹം അകലെ നിന്ന് തന്നെ ഞങ്ങളെ കൈ കാണിച്ചു. ആരാണത്? ഒരു പരിചയവുമില്ലല്ലോ. ഞങ്ങളുടെ നേർക്ക് തന്നെയാണ് പുള്ളി വന്നുകൊണ്ടിരിക്കുന്നത്. ഓ അല്ല, ഞങ്ങളുടെ പുറകിൽ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള ആ സ്ത്രീയെ തേടിയാണ് അദ്ദേഹം എത്തിയത്. അതെ, ആ സ്ത്രീയെ കൂടാതെ ഒരു ചെറിയ കുട്ടിയും ഒരു പയ്യനും അവരുടെ കൂടെയുണ്ട്. ഓ, അത് അയാളുടെ ഫാമിലി ആയിരുന്നു. അവർ പരസ്പരം വാരിപ്പുണർന്നു. എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങളെ കണ്ടിട്ട് എത്രയോ നാളുകളായി എന്ന് മകനെ അദ്ദേഹം കെട്ടിപ്പുണരുകയാണ്. ആദം, നീ വളർന്നു വലുതായിരിക്കുന്നു. നിന്നെ കാണാണ്ട് എത്രയോ ദിവസങ്ങളായി ഞാൻ ചെലവഴിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സംശയമായി. എത്ര വർഷമായി കാണും അദ്ദേഹം പുറത്തു പോയിട്ട്. അവർ അതാ ആ എക്സിറ്റിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾക്ക് എന്തായാലും അവരോട് ചോദിക്കണം, അദ്ദേഹം എത്ര നാളുകൾ കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന്. അപ്പോഴേക്കും ആ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. നമ്മൾ നേരത്തെ കണ്ട പെൺകുട്ടി കണ്ണീരണിഞ്ഞ് ആ ഫ്ലൈറ്റ് നോക്കി നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടിരുന്നു. എന്നാലും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ കപ്പിളിൻ്റെ അടുത്ത് എത്തണമായിരുന്നു. അവർ പതുക്കെ അവരുടെ കാറിലേക്ക് പോവുകയായിരുന്നു. ഞങ്ങൾ അവരുടെ പുറകെ ചെന്നു. ആ പുള്ളി തിരിഞ്ഞു നോക്കി. ഞങ്ങൾ പുള്ളിയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ചോദിച്ചു, എത്ര വർഷം വിദേശത്തായിരുന്നു? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കുടുംബത്തെ കാണുന്നത്? അവൻ എന്നോട് പറഞ്ഞു, ലോങ് 3 ദിവസം. ഞാൻ അമ്പരന്നു. അവൻ ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു, ബന്ധങ്ങളെ ദൈർഘ്യമുള്ളതാക്കാൻ വേർപിരിയേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് കരുതി പെരുമാറിയാൽ മാത്രം മതിയെന്ന്. ആ ഒരു കോൺവെർസേഷൻ വളരെയധികം നീണ്ടുപോയി. ബന്ധങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അത് ദൈർഘ്യമുള്ളതാക്കാനുള്ള സൂത്രവാക്യത്തെക്കുറിച്ചും അദ്ദേഹം ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു. ഞാനും ഭാര്യയും സംശയത്തോടു കൂടി പരസ്പരം നോക്കി. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞ ആ ഒരു സൂത്രവാക്യം അത് മനസ്സിൽ നിന്ന് പോയില്ല. അതെ, 3 ദിവസം. പക്ഷേ അവൻ പറഞ്ഞു പോയത് 3 വർഷം വിലയുള്ള പാഠമായിരുന്നു. ബന്ധങ്ങൾക്ക് ദൈർഘ്യം വേർപിരിയിലല്ല, ദിവസേന നൽകിയ സ്നേഹത്തിലാണ്.